ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകൻ പുസ്തകം 29 അധ്യായം 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പറ്റി ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ സമ്പാദ്യങ്ങളിൽ ചിലത് കുറേ പേർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. പാവപ്പെട്ട ഒരു കർഷകന് കുറേ പണം കൊടുത്തു. മറ്റൊരുവന് തൻ്റെ ഭൂമിയുടെ ഒരു ഭാഗം സമ്മാനിച്ചു. വേറൊരുവന് കുറേ സ്വർണ്ണ നാണയങ്ങൾ നൽകി. ഒരുവനെ തൻ്റെ കൊട്ടാരത്തിൽ നിയമിച്ചു. അങ്ങനെ പലർക്കായി തൻ്റെ ധനം വീതിച്ചു. ഈ വിവരം അറിഞ്ഞ ഒരു സുഹൃത്ത് ചക്രവർത്തിയോട് പറഞ്ഞു, അങ്ങിങ്ങനെ തുടങ്ങിയാൽ അങ്ങയുടെ കയ്യിൽ മിച്ചമൊന്നും കാണുകയില്ലല്ലോ. അതിന് മറുപടിയായി ചക്രവർത്തി പറഞ്ഞു, ആര് പറഞ്ഞു എൻ്റെ കയ്യിൽ മിച്ചമൊന്നുമില്ലെന്ന്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച സാധനം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളുണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തും നേടാൻ സാധിക്കും. ഓരോ ദിവസവും ചിലതൊക്കെ നേടണം എന്ന ചിന്ത നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞ് നിൽക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള വ്യർത്ഥതാബോധവും നിരാശയും ഒക്കെ മാറിക്കിട്ടും. പ്രവർത്തിക്കുന്നവൻ്റെ ജീവിതം ആഹ്ലാദ നിർഭരമായിരിക്കും. അവന് തന്നെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ പരാതികളോ ആവലാതികളോ ഉണ്ടാകില്ല. ജീവിതം അവന് സുന്ദരമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും ജീവിതത്തിൽ ചിലതൊക്കെ നേടാനില്ലേ? മനസ്സിൻ്റെ മണിമുറ്റത്ത് സ്വപ്നങ്ങളുടെ സുഗന്ധച്ചെടികൾ നട്ടുപിടിപ്പിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ ചെടികളിൽ പൂക്കൾ വിരിഞ്ഞ് അതിൻ്റെ സുഗന്ധം എല്ലായിടത്തും പ്രസരിക്കണമെന്നാണ് ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള ആഗ്രഹം. അങ്ങനെയെങ്കിൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിക്കാതിരിക്കുവാൻ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നമ്മിൽ നിന്ന് ഉണ്ടാകണം. അപ്പോൾ ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യുവാനായി നമുക്ക് സാധിക്കും. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറയ്ക്കണം. ജീവിതം സുന്ദരവും കർമ്മവിരുദ്ധവുമാക്കാൻ പ്രതീക്ഷകൾക്ക് കഴിയും. ബുദ്ധിമുട്ടുകളെ നേരിട്ടുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളെ നമുക്ക് പൂവണിയിക്കാം. ഉന്നതങ്ങളായ പ്രതീക്ഷകളാണ് നമ്മെ മനുഷ്യനാക്കുന്നത്. ഇപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലായ്പ്പോഴും നല്ല മനുഷ്യരായി ജീവിപ്പാൻ, പ്രതീക്ഷകൾ മുന്നിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ ദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ പ്രതീക്ഷകളോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ശുഭകരമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള എല്ലാ ദുഷ്ടചിന്തകളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ച് കർത്താവെ, ശുഭകരമായ ചിന്തകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തരണമേ. അത് ഞങ്ങളുടെ ഭാവിയെ ഏറ്റവും ഭദ്രമാക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.